ഇംഗ്ലീഷ് ആക്ടിവിറ്റി പാർട്ട് 2 യൂണിറ്റ് 5 റോബോ ദ റോബോട്ട് അതിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഡു യു ഹാവ് എ ക്യാപ്പ്, ഡ്രോ എ ക്യാപ്പ്, കളർ ദ ക്യാപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. നിങ്ങളുടെ ക്യാപ്പ് വരയ്ക്കുക, അതിന് കളർ കൊടുക്കുക, ദെൻ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ക്യാപ്പിൻ്റെ പിക്ക് വരയ്ക്കുക, ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ക്യാപ്പിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ദിസ് ഈസ് മൈ ക്യാപ്പ്, ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ്പ്, ഇറ്റ് ഈസ് എ കളർഫുൾ ക്യാപ്പ്, മൈ ഫാദർ ഗേവ് മീ ദ ക്യാപ്പ്, ഐ ലൈക്ക് ടു വെയർ ദ ക്യാപ്പ്. ഇത്ര എഴുതാം. ആക്ടിവിറ്റി 2 സിയാസ് ഫ്രണ്ട്സ് സെൻഡ് ബർത്ത്ഡേ കാർഡ്സ് ടു ഹെർ. സിയയുടെ ഫ്രണ്ട്സ് അവൾക്ക് ബർത്ത്ഡേ കാർഡ് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ സിയ. സിയക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് പ്രിപ്പയർ ചെയ്യുക. പേസ്റ്റ് ഇറ്റ് ബിലോ. ദെൻ താഴെയുള്ള സ്പേസിൽ പേസ്റ്റ് ചെയ്യുക. ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കിയിട്ട് ഈ സ്പേസിൽ പേസ്റ്റ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റി 3 സിയ ഗോട്ട് മെനി ഗിഫ്റ്റ്സ് ഓൺ ഹെർ ബർത്ത്ഡേ. സിയക്ക് ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ സ്പെഷ്യൽ ഗിഫ്റ്റ്. സിയയുടെ അങ്കിൾ സിയക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തു. ആ ഗിഫ്റ്റിൻ്റെ പിക്കാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്താ പറയുന്നത്? വാട്ട് വാസ് ദാറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ്? ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മിറർ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ബർത്ത്ഡേ കാർഡിൻ്റെ ഫ്രണ്ടിൽ അതിലെന്താ ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തിരിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിറർ വെച്ചിട്ട് വായിക്കണം. മിറർ വെച്ചിട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടി? നിങ്ങൾ ആ മിറർ വെച്ച് വായിച്ചപ്പോൾ സിയാസ് അങ്കിൾ ഗേവ് ഹെർ എ. സിയയുടെ അങ്കിൾ എന്താ അവൾക്ക് കൊടുത്തത്? ഒരു റോബോട്ടാണ്. ROBOT അങ്ങനെയല്ലേ നമുക്ക് മിററിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ മിറർ വെച്ചിട്ട് നോക്കുക. അപ്പോൾ നമുക്കതെന്തെന്ന് കാണും? എ റോബോട്ട് എന്ന് കാണും. ദെൻ ആക്ടിവിറ്റി 4 മേക്ക് എ റോബോട്ട് യൂസിങ് മാച്ച് ബോക്സസ്. നമ്മുടെ മാച്ച് ബോക്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ റോബോട്ടിനെ ഉണ്ടാക്കുക. ദെൻ ഹാവ് യു മെയ്ഡ് എ റോബോട്ട് വിത്ത് മാച്ച് ബോക്സസ്, ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ. നമ്മൾ ഉണ്ടാക്കിയ മാച്ച് ബോക്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ടിൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കുക. ദെൻ അതിന് കളർ കൊടുക്കുക. ദെൻ ആക്ടിവിറ്റി 6 ഡിസ്ക്രൈബ് ദ റോബോട്ട്. ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ റോബോട്ടിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത്. ദിസ് ഈസ് എ റോബോ ദ റോബോട്ട്. സിയാസ് അങ്കിൾ പ്രസൻറ്റഡ് റോബോ ഓൺ ഹെർ ബർത്ത്ഡേ. റോബോ ഈസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ ഹാസ് 2 ലെഗ്സ്. പിന്നെന്താ എഴുതാം? റോബോ ഹാസ് 2 ഹാൻഡ്സ്. ദർ ഇസ് എ സ്ക്രീൻ ഓൺ ദ ചെസ്റ്റ് ഓഫ് ദ റോബോ. റോബോയുടെ ചെസ്റ്റിലല്ലേ ഒരു സ്ക്രീൻ ഉള്ളത്. അപ്പോൾ ദർ ഇസ് എ സ്ക്രീൻ ഓൺ ദ ചെസ്റ്റ് ഓഫ് ദ റോബോ. ദ റോബോ ക്യാൻ വാക്ക്. റോബോക്ക് നടക്കാൻ പറ്റും. ദ റോബോ ക്യാൻ ചേഞ്ച് ഇൻ ടു എനി ഷേപ്പ്. ഏത് ഷേപ്പിലേക്കും മാറാൻ വേണ്ടി പറ്റും. സിയ ലൈക്സ് ഹെർ റോബോ വെരി മച്ച്. സിയക്ക് അവളുടെ റോബോനെ ഒരുപാട് ഇഷ്ടമാണ്. അത്ര എഴുതാം. ദെൻ ആക്ടിവിറ്റി 7 റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ മദർ. സിയയും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നോക്കുക. ദെൻ അമ്മ എന്താ ചോദിക്കുന്നത്? സിയ വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ദർ? അപ്പോൾ സിയ എന്ത് പറയും? ഐ ആം വിത്ത് റോബോ അമ്മ. ഞാൻ റോബോൻ്റെ കൂടെയാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആഡ് മോർ ലൈൻസ്. മോർ ലൈൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ട്. വേർ ഇസ് ദ കീ? ഈസ് ഇറ്റ് ഓൺ ദ ടേബിൾ? നോ ഡിയർ നോട്ട് ഓൺ ദ ടേബിൾ. വേർ ഇസ് ദ കീ? ഈസ് ഇറ്റ് ഇൻ ദ ബോക്സ്? നോ ഡിയർ നോട്ട് ഇൻ ദ ബോക്സ്. വേർ ഇസ് ദ കീ? ഈസ് ഇറ്റ് ഡാഷ്. എന്ത് പറയാം? ഈസ് ഇറ്റ് ഇൻ ദ ഷെൽഫ്. നോ ഡിയർ നോട്ട് ഇൻ ദ ഷെൽഫ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 9 ഫൈൻഡ് ദ ഡിഫറൻസസ്. ഇവിടെ നോക്കുക, 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്, വ്യത്യാസങ്ങൾ. അത് നമ്മൾ ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ, അപ്പോൾ ആദ്യം നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇവിടെയുള്ള ഡിഫറൻസ്. ഫസ്റ്റ് പിക്ചറിൽ ഒരു റെഡ് കാറാണുള്ളത്. സെക്കൻഡ് പിക്ചറിൽ എന്താ ഉള്ളത്? റെഡ് കാറല്ല, അവിടെ ഒരു യെല്ലോ കാറാണ് ഉള്ളത്. പിന്നെന്താ? ഫസ്റ്റ് പിക്ചറിലെ ക്ലൗഡ് നോക്കൂ, ക്ലൗഡ് സ്മോൾ ആണ്. സെക്കൻഡ് പിക്ചറിൽ ക്ലൗഡ് ബിഗ് ആണ്, വലിയ ക്ലൗഡാണ് ഉള്ളത്. പിന്നെ ഫസ്റ്റ് പിക്ചറിൽ എത്ര ട്രീസ് ഉണ്ട്? 5 ട്രീസ് ഉണ്ട്. സെക്കൻഡ് പിക്ചറിൽ ഓൺലി 4 ട്രീസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പിക്ചറിൽ സൺ ഉണ്ടോ?
ഇല്ല. ഫസ്റ്റ് പിക്ചറിൽ സൺ ഇല്ല, സെക്കൻഡ് പിക്ചറിൽ സൺ ഉണ്ട്. ഓക്കെ, പിന്നെന്താ വേറെ എന്താ ഒരു ഡിഫറൻസ്? കാറിലുള്ള സ്ക്വയേഴ്സ് നോക്ക്. റെഡ് കാറിൽ എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 7 സ്ക്വയേഴ്സ് ഉണ്ട്, ബ്ലാക്ക് സ്ക്വയർ. ആൻഡ് സെക്കൻഡ് യെല്ലോ കാറിൽ എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഡിഫറൻസ് നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ 2 ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഡിഫറൻസ് എഴുതിയാണ് വേണ്ടത്. എന്തൊക്കെയാണ് പറയുന്നത്? ഫസ്റ്റ് പിക്ചറിൽ ദ കാർ ഈസ് റെഡ്, സെക്കൻഡ് പിക്ചറിൽ എന്താ? ദ കാർ ഈസ് യെല്ലോ. ദെൻ സെക്കൻഡ് പിക്ചറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ദ ക്ലൗഡ് ഈസ് ബിഗ്, ക്ലൗഡ് വലുതാണ്. ഫസ്റ്റ് പിക്ചറിൽ എന്താ? ക്ലൗഡ് സ്മോൾ ആണ്, ദ ക്ലൗഡ് ഈസ് സ്മോൾ. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് പിക്ചറിൽ ദർ ആർ 5 ട്രീസ്, സെക്കൻഡ് പിക്ചറിൽ ദർ ആർ 4 ട്രീസ്. ആൻഡ് ഫസ്റ്റ് പിക്ചറിൽ നോ സൺ ഇൻ ദ സ്കൈ, സൂര്യൻ ആകാശത്തില്ല. ആൻഡ് പിക്ചർ 2ൽ സൺ ഇൻ ദ സ്കൈ, ആകാശത്ത് സൂര്യനുണ്ട്. ദ പിക്ചർ 1ൽ 7 ബ്ലാക്ക് സ്ക്വയർ സ്റ്റിക്കേഴ്സ് ഓൺ സൈഡിൽ 7 ബ്ലാക്ക് സ്ക്വയർ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിക്ചർ 2ൽ എന്തേ ഉള്ളൂ? 6 ബ്ലാക്ക് സ്ക്വയർ സ്റ്റിക്കേഴ്സ് ഓൺ ദ സൈഡ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 10, ഹിയർ ഈസ് ആൻ അംബ്രേല, മേക്ക് ദ അംബ്രേല ബ്യൂട്ടിഫുൾ, യു ക്യാൻ യൂസ് കളേഴ്സ്, പേപ്പർ സ്ട്രിപ്സ്, ഗ്ലിറ്റർ പൗഡർ ഓർ ത്രെഡ്സ്. അതായത് ഇവിടെ ഒരു അംബ്രേലയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്സോ ഗ്ലിറ്റർ പൗഡറോ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ ഈ അംബ്രേല കളർഫുൾ ആക്കാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 11 എന്താ പറയുന്നത്? വാട്ട് ഈസ് സിയ സേയിങ്? സിയ എന്താണ് പറയുന്നത്? ഇവിടെ നോക്കൂ, എന്താ പിക്ചറിൽ? ഒരു കാക്ക എന്തെടുത്തിട്ട് പോകുന്നത്? ക്യാപ്പും കൊണ്ട് പോവുകയാണ്. സിയ ഉണ്ട്, റോബോട്ട് ഉണ്ട്. ദെൻ എന്തായിരിക്കും സിയ പറയുക? ഓ മൈ ക്യാപ്പ്, ഓ മൈ ക്യാപ്പ്, റോബോ ഹെൽപ്പ് മീ എന്ന് പറയാം അല്ലേ? റോബോയോട് ഹെൽപ്പ് ചെയ്യാൻ പറയാം. ദെൻ ആക്ടിവിറ്റി 12, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ക്ലൂസ് ഫ്രം ദ പിക്ചർ. അതായത് ഇവിടെ നോക്കുക, ഓരോ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അതിൻ്റെ റിലേറ്റഡ് പിക്ചറും കൊടുത്തിട്ടുണ്ട്. പിക്ചർ നോക്കിയിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് സെൻറ്റൻസ്, എ ഡേഷ് ടുക്ക് സിയാസ് ക്യാപ്പ് എവേ. ആരാ സിയയുടെ ക്യാപ്പ് കൊണ്ട് പോയത്? ക്രോ ആണല്ലേ. എ ക്രോ ടുക്ക് സിയാസ് ക്യാപ്പ് എവേ. ദെൻ സെക്കൻഡ് പിക്ചറിൽ എന്താ? ക്യാപ്പ് ഒരു മാംഗോ ട്രീയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ദ റോബോ ഫൗണ്ട് ദ ക്യാപ്പ് ഓൺ എ മാംഗോ ട്രീ എന്ന് എഴുതാം. റോബോ ഫൗണ്ട് ക്യാപ്പ് ഓൺ എ മാംഗോ ട്രീ. വെറും ട്രീ എന്ന് എഴുതിയാലും മതി. ദെൻ നെക്സ്റ്റ് എന്താ പിക്ചറിൽ? സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അമ്മ തിരഞ്ഞുകൊണ്ടിരുന്നത്? കീക്ക് വേണ്ടിയിട്ടായിരുന്നു. സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദ കീ. ദെൻ നെക്സ്റ്റ്, റോബോ ബിക്കെയിം ആൻ ഡേഷ്. എന്തായി മാറി റോബോ? നോക്കൂ പിക്ചറിൽ, റോബോ ഒരു അംബ്രേല ആയി മാറി. റോബോ ബിക്കെയിം ആൻ അംബ്രേല. ദെൻ ആക്ടിവിറ്റി 13, എന്താ ആക്ടിവിറ്റി 13 പറഞ്ഞത്? മേക്ക് ദ സെൻറ്റൻസസ് ലോങ്ങർ. സെൻറ്റൻസ് വലുതാക്കാനാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ ക്രോ, ദിസ് ഈസ് എ ബ്ലാക്ക് ക്രോ, ദിസ് ഈസ് എ സ്മോൾ ബ്ലാക്ക് ക്രോ. ആദ്യം ഇതൊരു ക്രോ ആണെന്ന് പറഞ്ഞു, അതൊരു ബ്ലാക്ക് ക്രോ ആണെന്ന് പറഞ്ഞു, അതൊരു ചെറിയ ബ്ലാക്ക് ക്രോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട് ട്രീനെ കുറിച്ചിട്ടും ക്യാറ്റിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ദിസ് ഈസ് എ ട്രീ, ദെൻ ദിസ് ഈസ് എ ഗ്രീൻ ട്രീ, ഇതൊരു പച്ചമരമാണ്. ദെൻ ദിസ് ഈസ് എ ബിഗ് ഗ്രീൻ ട്രീ, വലിയ പച്ച മരം. ഓക്കെ, ദെൻ താഴെ എന്താ? അത് ഒരു ക്യാറ്റാണ്. അതിന് നമുക്ക് എന്തൊക്കെ എഴുതാ? ദിസ് ഈസ് എ ക്യാറ്റ്, അതൊരു പൂച്ചയാണ്. ഇപ്പോൾ ഇതിന് കളർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ദിസ് ഈസ് എ വൈറ്റ് ക്യാറ്റ് എന്ന് കൊടുക്കുന്നത്. നിങ്ങൾ അതിന് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളർ വൈറ്റിന് പകരമായിട്ട് ഇവിടെ എഴുതാം. ദെൻ ദിസ് ഈസ് എ സ്മോൾ വൈറ്റ് ക്യാറ്റ്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 14, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ എന്താ പിക്ചർ? ഇവിടെ സിയ റോബോൻ്റെ മുകളിൽ കയറി പോകുന്നതാണ് പിക്ചർ. ദെൻ താഴെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്, അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. ലുക്കപ്പ് വാട്ട് ഈസ് ദാറ്റ്? ബോയ് ചോദിക്കുക, ലുക്കപ്പ് വാട്ട് ഈസ് ദാറ്റ്, എന്താ അത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഗേൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്താ പറയുക? ഓ എ ഗേൾ ഫ്ലൈയിങ് ഓൺ എ റോബോട്ട്. എ ഗേൾ ഫ്ലൈയിങ് ഓൺ എ റോബോട്ട്, ഒരു റോബോട്ടിൻ്റെ മുകളിൽ ഒരു ഗേൾ ഫ്ലൈ ചെയ്യുകയാണെന്ന് പറയാം. ദെൻ ആക്ടിവിറ്റി 15, റോബോ പുട്ട് ദ ബോട്ടിൽ ഇൻ ദ ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിന്നിൽ ബോട്ടിലിടുന്ന റോബോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ആയിട്ട് നമുക്ക് ഒരു പോസ്റ്റർ കാണുന്നുണ്ട്.
എന്താ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. എന്താ? ഡു നോട്ട് പുട്ട് വേസ്റ്റ് അറൗണ്ട്. വേസ്റ്റ് ചുറ്റും ഇടാൻ പാടില്ല. അങ്ങനെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ദെൻ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എ മെസ്സേജ് ബിലോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താ? വെള്ളം പാഴായി പോകുന്നതായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മെസ്സേജ് ഇടാം? ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ. വെള്ളം പാഴാക്കാൻ പാടില്ല. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 16 കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പിക്ചർ നോക്കുക. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാഷ്. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാഷ്. എന്താണെന്നുള്ളത്? നടക്കാനുള്ള എന്ത് സാധനം അവിടെ ഉള്ളത്? ഒരു വാക്കർ ഉണ്ട്. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വാക്കർ. ദ നെക്സ്റ്റ് നൗ ഹി ഗോട്ട് എ, എന്തിനാ കിട്ടിയിട്ടുള്ളത്? ഒരു റോബോട്ടിനെ കിട്ടിയിട്ടുണ്ട്. നൗ ഹി ഗോട്ട് എ റോബോട്ട്, ഹി ഈസ് ഹാപ്പി. ആക്ടിവിറ്റി 17 ഡിസ്ക്രൈബ് ദ പാർക്ക്. ഇവിടെ ഒരു പാർക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അത് കുറിച്ചിട്ട് ഇവിടെ സ്പേസിൽ എഴുതുക. എന്തൊക്കെയുള്ളത്? എന്തൊക്കെ എഴുതാം? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ പാർക്ക്. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ പാർക്ക്. ദർ ഈസ് എ പോണ്ട് ഇൻ ദ പാർക്ക്. ഇവിടെ ഒരു പോണ്ട് ഉണ്ട്. ദർ ആർ ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ പാർക്ക്. ട്രീസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. പിന്നെന്താ? ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദ പാർക്ക്. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ എ ബിഗ് ബെഞ്ച് ആൻഡ് എ സീസോ ആർ ഇൻ ദ പാർക്ക്. വലിയൊരു ബെഞ്ച് ഉണ്ട്, പിന്നെ ഒരു സീസോ ഉണ്ട്. ഐ ലൈക്ക് ദ പാർക്ക്. ഇത്ര എഴുതി. ഓക്കെ. നെക്സ്റ്റ് എന്താ? ആക്ടിവിറ്റി 18. 18 എന്താ പറയുന്നത്? ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ സൺ ഇൻ ദ സ്കൈ, ദ റോബോട്ട് ഈസ് ഫ്ലൈയിങ്, ദർ ഇസ് എ സ്ലൈഡ് ഇൻ ദ പാർക്ക്, 2 wings ആർ ഓൾസോ ദർ. പിന്നെ ലുക്ക് എ സീസോ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദ ബോയ് ആൻഡ് ദ ഗേൾ ലുക്കിംഗ് അറ്റ്. അവരെന്താ നോക്കുന്നുണ്ടാവുക? റീഡ് ദ ടെക്സ്റ്റ്സ് ഇൻ ദ ബോക്സസ് ആൻഡ് പേസ്റ്റ് അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റിക്കേഴ്സ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കുറേ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ചാപ്റ്ററിൻ്റെ നമ്പർ നോക്കിയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിക്കേഴ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിന് കണക്കായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 19 കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. മദർ, വെർ ഈസ് റോബോട്ട്? വെർ ഈസ് റോബോ? മദറും സിയയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ചോദിക്കുന്നത്. വെർ ഈസ് റോബോ? റോബോ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ സിയ എന്താ പറയുക? ഐ ഗേവ് റോബോ ടു എ ബോയ്. ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറയാം. ഐ ഗേവ് എ റോബോ ടു എ ബോയ്. അപ്പോൾ അമ്മ ചോദിക്കുന്നത് എന്താ ചോദിക്കുക? എന്തിനാ കൊടുത്തേ ചോദിക്കില്ലേ? വൈ ഡിഡ് യു ഗീവ് റോബോ ടു ദ ബോയ്? എന്തിനാണ് കൊടുത്തതെന്ന്. അപ്പോൾ സിയ എന്ത് പറയും? ബിക്കോസ് ഹി കനോട്ട് വാക്ക്. അവന് നടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവന് റോബോനെ കൊടുത്തത്. ബിക്കോസ് ഹി കനോട്ട് വാക്ക്. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 20 എന്താ പറയുന്നത്? ഇവിടെ ആഡ് ലൈൻസ് ടു ദ സോങ് ആണ്. ഇവിടെ സോങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലൈൻ ആഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താ സോങ്? ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഹാപ്പി സോങ്. ദെൻ ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഗ്രീറ്റിംഗ് കോൾ. ദെൻ ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് വാക്സ് അറൗണ്ട് വിത്ത് എ ഡാഷ്. എന്താ? വിത്ത് എ ഹാപ്പി സ്മൈൽ. ഓക്കെ, വിത്ത് എ ഹാപ്പി സ്മൈൽ. ദെൻ ആക്ടിവിറ്റി 21. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ഡിജിറ്റ്, സെലക്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഫ്രം ദ സ്റ്റിക്കർ പേജ് ആൻഡ് പേസ്റ്റ് ദം സ്യൂട്ടബിളി. അതായത് ഇവിടെ ഒരു കലണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറേ നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. 11, 12, 16, 19, 20, 24, 28, 30. ഇത്രയും നമ്പേഴ്സ് ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റിക്കർ പേജിനകത്ത് ഈ നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അത്രയാണ് ഉള്ളത്. ഇവിടെയുള്ള പിക്ചേഴ്സിൽ സ്റ്റിക്കേഴ്സിൽ ആ എന്താ ബ്ലാങ്ക് ആക്കി കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് മാത്രം കട്ട് ചെയ്യുക. ദെൻ അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 5 ആക്ടിവിറ്റീസ്.